എല്ലാവർക്കും ഭാഗ്യം തന്നല്ലോ. കർത്താവിന്റെ സന്നിധിയില് സന്തോഷത്തോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ ഒരു കൃപയാണ് നമ്മളെ ഇന്ന് ഒരു ദിവസം കൂടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ. കാരണം എത്രയോ പേര് ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ ലോകം വിട്ട് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. നമുക്ക് ദൈവം കൂടെ ആയുസ് തന്നെങ്കിൽ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇനിയും ചിലത് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അല്ല, നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് എക്സ്ട്രാ തന്നത്, നമ്മുടെ ആയുസിനെ ദൈവം ദീർഘമാക്കിയെങ്കിൽ നമ്മളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാനും നമ്മൾക്ക് ശേഷിപ്പിച്ച നാളുകൾ കർത്താവിന് പ്രയോജനകരമായി നിൽക്കുവാനും കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ രാത്രിയിലെ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് രാത്രി നമ്മളോടൊപ്പം കടന്നു വന്ന് തന്റെ അനുഭവത്തിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ലിൻസി എബിയാണ്. മസ്കറ്റിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങള്, താൻ കടന്നുപോയ തീവ്രമായ പല അനുഭവങ്ങളും ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഈ രാത്രി നമ്മളോട് ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുള്ള സമയങ്ങളാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ജീവിപ്പിക്കുന്നതാണല്ലോ. അങ്ങനെ ജീവിക്കുന്ന ഒരു സാക്ഷ്യം ഈ രാത്രി നമ്മൾ കേൾക്കുവാൻ, നമ്മൾ സാക്ഷ്യം കേട്ട് നമ്മൾ മറന്നു പോകാനല്ല, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതിസന്ധിയിലും വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ ഇന്നത്തെ സാക്ഷ്യം കാരണമാകട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ റെലവന്റ് ആയ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. പരിശുദ്ധാത്മാവ് തുടർന്നുള്ള സമയങ്ങളെ നിയന്ത്രിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം സിസ്റ്റർ ലിൻസിക്ക് വേണ്ടി കൈമാറുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ? കേൾക്കാം 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 കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സഭയോട് ഞാൻ താങ്ക് യു പറയുന്നു എന്നെ ഇൻവൈറ്റ് ചെയ്തതിനായി. ഇന്ന് രാത്രി കാലം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇവിടെ നടക്കുമെന്ന്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ അതിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ, പുകഴ്ത്തി പറയാൻ കർത്താവ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നൽകാനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ദൈവമക്കളെല്ലാവരും ഒന്ന് എൻ്റെ കൂടെ പാടുകയെന്ന് ഞാൻ സ്തോത്രം. താൻ വാഴ്കയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴ്കയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. ഇന്ന് രാത്രികാലം നമ്മുടെ ഭാവി എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലാണല്ലോ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ ഭാവി കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏത് മഹാമാരി വന്നോട്ടെ, ഏത് വൈറസ് എന്തും വന്നോട്ടെ, ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ബിക്കോസ് ഹി ലീവ്, നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഇന്ന് കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. എൻ്റെ പേര് ലിൻസി എന്നാണ്. ഞാനിവിടെ മസ്കറ്റിലാണ്. കഴിഞ്ഞ 4 വർഷം തൊട്ട് ഞാൻ ഇവിടെ മസ്കറ്റിലാണ്. കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സാക്ഷ്യം ഒരു 2 ഫേസിലാണ് അതുള്ളത്. കാരണം ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. അപ്പം ഇന്ന് രാത്രികാലം എൻ്റെ ഈ ഒരു സാക്ഷ്യം ഞാൻ പറയുമ്പോൾ, ദൈവമക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി
നിങ്ങളുടെ ലൈഫിൽ അത് ഇറങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഷുഗർ എനിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിലെ മുതൽ ഞാൻ മധുരം ഒത്തിരി കഴിക്കും. എൻ്റെ വീട്ടിൽ എന്നോട് എല്ലാവരും പറയും, ഇവക്ക് ഇത്രയും മധുരം കഴിക്കുന്നു, ഇവളുടെ പല്ല് കേടായി പോകും, ഇല്ല ഇവക്ക് ഡയബറ്റീസ് ഷുഗർ പിടിക്കും. പക്ഷെ അന്നൊന്നും എനിക്ക് പിടിച്ചില്ലായിരുന്നു. ഇന്ന് എനിക്ക് പിടിച്ചു. ഇന്ന് എൻ്റെ മാരേജ് കഴിഞ്ഞു. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് വാങ്ങി വെക്കും. കപ്പ് കേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ആ സ്വീറ്റ്സ് വാങ്ങി വെച്ചിട്ട് ഞാൻ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പാത്തു വെക്കും. ആമേൻ. ഞാനത് എവിടെ പാത്തു വെച്ചാലും എനിക്ക് ആ ഒരു ക്രേവിങ് ഉണ്ട്. എത്ര ഷുഗറിൻ്റെ പേഷ്യൻ്റ് ആണെങ്കിലും ഞാനൊന്ന് ഇച്ചിരി ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യും. അപ്പം എവിടെ പാത്തു വെച്ചാലും ഞാനത് ടേസ്റ്റ് ചെയ്യും. അപ്പം ഇന്ന് രാത്രികാലം നമ്മുടെ സ്വർഗത്തിലെ അപ്പനും അതുപോലെ അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പാവിയും ദോഷിയായ നമ്മളെ നമ്മളെപ്പോഴും നമ്മളെ ഹൈഡ് ചെയ്ത് വെക്കുക. അയ്യോ എന്നിൽ പാവമുണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുക്കുവാൻ കഴിയത്തില്ല. ബട്ട് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ആ ഒരു കർത്താവിൻ്റെ ഒരു ഫേവറേറ്റ് കപ്പ് കേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ, ബിക്കോസ് ഞാൻ അപ്പനെ ഡാഡി എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഞാൻ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നത്. കാരണം എൻ്റെ ലൈഫിലും ഇതുപോലെ ആയിരുന്നു. ഞാൻ വെറും എനിക്ക് ഒരു യോഗ്യത ഇല്ലാന്ന് ഞാൻ ഇന്നും പറയുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയ്ക്കും താന്നു പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ മാറി മാറി നടന്നപ്പോഴൊക്കെയും ആ സ്നേഹം എന്നെ തേടി വന്നു. ആ സ്വർഗത്തിലെ സ്നേഹം എന്നെ തേടി വന്നു. ഞാൻ എവിടെ മറഞ്ഞിരുന്നാലും കർത്താവ് എന്നെ തേടി വന്നു. അതാ ദൈവമക്കളെ, എൻ്റെ ലൈഫിൽ ഒരു 2 സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ എൻ്റെ പപ്പയും മമ്മിയും ഞാൻ ജനിച്ചു വളർന്നതൊക്കെ മഹാരാഷ്ട്രയിൽ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നാണ്. നിങ്ങളെല്ലാവരും ഇപ്പം നാസിക്ക് എനിക്ക് ഒന്ന് കേട്ട് കാണുമായിരിക്കും. ഈ 6 ദിവസത്തിന് മുമ്പേ ഒരു കോവിഡ് ഇതിൽ ഓക്സിജൻ കിട്ടാതെ നാസിക്കിൽ 24 ആൾക്കാർ മരിച്ചു പോയെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ആ പ്രദേശത്തിൽ നിന്നായിരുന്നു എൻ്റെ സ്റ്റഡീസും എൻ്റെ പഠനമൊക്കെയും കഴിഞ്ഞത്. അപ്പോൾ ഓവറോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ലൈഫ് വാസ് ഗുഡ്. കാരണം ഞങ്ങൾക്ക് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഇൻ 1 സാമുവേൽ ദാറ്റ് വചനം എന്താന്ന് സൗമ്യൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഹി നോ ഗോഡ്, ദൈവം ആരാന്ന് അവൻ അറിഞ്ഞു, പക്ഷെ വചനം അവൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. അതേപോലായിരുന്നു എൻ്റെ ലൈഫിലും. ഞങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ദൈവം ഉണ്ട്, സൃഷ്ടാവാം ദൈവം ഉണ്ട്. ഞങ്ങൾ റോമൻ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു. പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ചൊല്ലുകൾ, ആരാധനകൾ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു ഇൻകംപ്ലീറ്റ്നെസ് കർത്താവിന്, ഞാൻ പറഞ്ഞില്ലേ, കർത്താവിന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു സെലക്ഷൻ. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെവിക്കൊള്ളാൻ വേണ്ടി ആ ആത്മീയ കാതുകളെ തുറക്കണം എന്ന് ഞാൻ ഇന്ന് രാത്രികാലം പറയുന്നു. സോ കമ്മിങ് ബാക്ക് എൻ്റെ ലൈഫിൽ, അപ്പം ഞങ്ങൾ റോമൻ കാത്തലിക് ചർച്ചിലൊക്കെയും പോയിക്കൊണ്ടിരിക്കാൻ നേരം ഞങ്ങളുടെ ലൈഫിൽ ഒരു ട്രാജഡീസ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ലൈഫ് സ്മൂത്ത്. ആ പള്ളിയിൽ പോകുന്നു വരുന്നു. പപ്പ മമ്മിയൊക്കെ ഞങ്ങളെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചു. എനിക്കൊരു എൽഡർ ബ്രദറും ഉണ്ടായിരുന്നു. മമ്മിയും പപ്പയും ഞങ്ങളെല്ലാവരും ഹാപ്പി ലൈഫായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നേരം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലായിരുന്നു. ഈവൻ ദോ ഞങ്ങൾ നാസിക് എന്ന പ്രദേശത്തിൽ ഞങ്ങളൊരു വെറും പാവപ്പെട്ട രീതിയിലാണ് ജീവിച്ചത്. ഈ ചോളിനൊക്കെ എത്ര പേർക്ക് അറിയാം എനിക്കറിയില്ല. ഒരു റൂമിൽ അതിൽ തന്നെ ബാത്റൂമൊക്കെ ഉള്ള രീതിയിൽ
അപ്പോൾ ഈവൻ ദോ ഞങ്ങൾ നല്ല സ്കൂളിൽ പോയാലും ഞങ്ങൾ താമസിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ആയിരുന്നു. അവിടെ ഒന്നും നിരാശയൊന്നും ഇല്ലായിരുന്നു, കാരണം പപ്പയും മമ്മി ഞങ്ങൾ അതുപോലെ നോക്കി. അപ്പം ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ നെയ്ബേഴ്സിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സഡൻ ഡെത്തും എല്ലാം ആയാൽ ഞങ്ങളുടെ പപ്പ മമ്മി ഞങ്ങളവിടെ കൊണ്ടുപോകത്തില്ല. കാരണം കുഞ്ഞുങ്ങളാ, അവരത് കാണാൻ പാടില്ല. അപ്പം ഈ ഡെത്ത് എന്തുവാ, മരണം എന്തുവാന്ന് ഞാനോ എൻ്റെ ബ്രദറോ അത് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒന്നാണ് ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ട്രാജഡി ഉണ്ടായത്. എൻ്റെ മമ്മി 3rd ടൈം പ്രഗ്നൻ്റ് ആയപ്പോൾ, മമ്മി പ്രഗ്നൻ്റ് ആയ സമയത്ത് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ച് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ മരിച്ചുപോയി. പക്ഷേ പപ്പ ഞങ്ങളെ ആ ബോഡി ഒന്നും കാണിച്ചില്ല, പപ്പ തന്നെ പോയി അടയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പം ആ ഒരു പെയിൻ ഞങ്ങൾക്ക് അന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ സ്നേഹിക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് ദൂരെ പോകുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ മനസ്സിലാകും. പിന്നെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ ഒരു ചോലയിൽ നിന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്കൊരു ഫ്ലാറ്റിൽ താമസിക്കുവാൻ ദൈവം അനുവദിച്ചു. ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിച്ചു കഴിഞ്ഞ് 1 വർഷം തികയുന്ന മുമ്പേ തന്നെ എൻ്റെ മമ്മി മരിച്ചു. ആ ഒരു മരണം എൻ്റെ ലൈഫിനെ എൻ്റെ ലൈഫിനെ ഒരുപാട് മാറ്റിമറിച്ചു. ബിക്കോസ് ആ ഒരു പോയിൻ്റ് ആയിരുന്നു, ലൈക്ക് എൻ്റെ ബ്രദർ കോളേജിൽ പോയിക്കുമായിരുന്നു, ഞാൻ വീട്ടിൽ തനിയെ ആയിരുന്നു. മമ്മി കുളിക്കാൻ കയറിയതാണ്, പെട്ടെന്ന് മമ്മിക്ക് അറ്റാക്ക് വന്നു, താഴെ വീണു, തല പോയി കല്ലിൽ പോയി ഇടിച്ചു. അലക്ക് കല്ലുണ്ടായിരുന്നു, അതിൽ പോയി ഇടിച്ചിട്ട് ബ്ലഡ് എല്ലാം വെളിയിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മമ്മിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അവർക്ക് ഓടിപ്പിടിച്ച് നെയ്ബേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേന് ഓൺ അറൈവൽ ഷി വാസ് ഡിക്ലെയർഡ് ഡെത്ത്. ഡോക്ടർ അന്നേരം ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു 10 മിനിറ്റിന് മുമ്പേ ഇവരെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനായിരുന്നു. വി കുഡ് ഹെൽപ്പ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേനായിരുന്നു. പക്ഷേ ആ ഒരു വേർഡ് എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. പറയത്തില്ലേ, ദുഷ്ടൻ എന്തെങ്കിലും ഒരു ഈവിൾ നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് നോക്കുന്നത്. അന്ന് എനിക്ക് 14 വയസ്സേ ആയിട്ടേ ഉള്ളൂ. ബട്ട് എൻ്റെ മൈൻഡിൽ മമ്മീനെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഞാൻ 10 മിനിറ്റ് മുമ്പേ ആ ഡോറ് പോയി ഒന്ന് നോക്ക് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മമ്മിയെ സഹായിക്കാൻ പറ്റിയേനായിരുന്നു, വെളിയിൽ കൊണ്ടുവരാൻ പറ്റിയേനായിരുന്നു. പക്ഷെ എനിക്കത് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ മമ്മിക്ക് സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടായിരുന്നു, ആ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം എടുത്ത് ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി സൂസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു. അപ്പം ദൈവം എൻ്റെ മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്, ഞാൻ ഒരു 14 വയസ്സിൽ ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കാൻ തീരുമാനിച്ചത്, സൂസൈഡ് ചെയ്യണം എന്ന്. ഞാൻ പെട്ടെന്ന് പിൽസ് എല്ലാം എടുത്തു, കഴിച്ചു. പെട്ടെന്ന് ഞാൻ ബോധം കെട്ട് താഴെ വീണു. മമ്മിയുടെ ബോഡിയെല്ലാം മോർച്ചറിൽ വെച്ചു. നാട്ടിൽ നിന്ന് എല്ലാവരും വന്നപ്പോഴത്തേനും എല്ലാവർക്കും എന്നോട് ഭയങ്കരമായിട്ട് ഒരു സിമ്പതി അല്ല ആ സമയത്ത് തോന്നിയത്. എല്ലാവർക്കും എന്നോടൊരു ദേഷ്യമാണ് തോന്നിയത്. ഈ ഒരു സമയത്ത് ഇവളെന്തിനിങ്ങനെ ചെയ്തു, എന്താണ് കാരണം? എനിക്ക് തന്നെ അറിയത്തില്ല എന്താണ് കാരണം. ബട്ട് എനിക്ക് അന്നേരം ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തു. എനിക്കിനി ജീവിക്കണ്ട, മമ്മിയില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. ആൻഡ് ആ വീട്ടിൽ മമ്മിയുടെ ഫ്യൂണറൽ സർവീസിന് എൻ്റെ റിലേറ്റീവ്സ് വന്നത്
ഒരാൾ പോലും എന്നെ കാണാൻ വേണ്ടി ആ ഹോസ്പിറ്റലിൽ വന്നില്ല. എല്ലാവരും എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ പൈപ്പൊക്കെ ഇട്ട് അവർ ടാബ്ലറ്റ്സ് എല്ലാം വൊമിറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ എനിക്ക് പാരലൈറ്റിക് അറ്റാക്ക് പോലെ ആയി, ഫിറ്റ്സ് പോലെ വന്നിട്ട് എൻ്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോയി. ഈ റൈറ്റ് സൈഡ് ഫുൾ തളർന്നു പോയി, കോടിപ്പോയി എന്ന് പറയത്തില്ല, നാക്കെല്ലാം ഇങ്ങനെ വെളിയിലോട്ട് വന്ന്. മമ്മിക്ക് ലാസ്റ്റ് കിസ് കൊടുക്കുന്ന സമയത്ത് എന്നെ എടുത്തോണ്ടാണ് പോയത്, സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോയി. ഞാൻ മമ്മിക്ക് ആ ഒരു അന്ത്യചുംബനം കൊടുത്തിട്ട് ഞാൻ ആ ബെഡിൽ വന്ന് വളരെ ഭാരത്തോടെ ഞാൻ കരഞ്ഞത്. അന്ന് ആശ്വസിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ പപ്പയൊന്ന് വന്നായിരുന്നെങ്കിലോ, ഇല്ല എൻ്റെ ബ്രദർ ഒന്ന് വന്നായിരുന്നെങ്കിലോ. ഒരാൾ പോലും ആ ആശുപത്രിയിൽ അവിടെ വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ആ ബെഡിൽ കിടന്ന് ഞാൻ കരഞ്ഞു. കർത്താവേ, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത്. എന്തിനാ അപ്പ ഈ ജീവിതം തന്നത്? എല്ലാവരുടെയും മുമ്പിൽ ഒരു ഭാരമാക്കി നിർത്താനാണോ? ഭാരമാക്കി നിർത്താനാണെങ്കിൽ എന്നെ അങ്ങ് വിളിച്ചേക്ക്. പക്ഷേ എൻ്റെ ശരീരം ഇങ്ങനെ പാരലൈസ്ഡ് ആക്കി നിർത്തിയിട്ട് വീണ്ടും എൻ്റെ ബ്രദറിനും എൻ്റെ പപ്പയ്ക്കും ഞാനൊരു ഭാരമാക്കി എന്നെ നിർത്തല്ലേ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് സത്യം പറയുകയാണെങ്കിൽ മനുഷ്യമായ രീതിയിൽ എൻ്റെ കണ്ണ് ഞാൻ കിടന്നുകൊണ്ട് എല്ലാ സൈഡും ഞാൻ നോക്കി, ഒരാൾ പോലും ഇല്ലായിരുന്നു. ബട്ട് അന്ന് മനുഷ്യമായി കണ്ണ് കാണാത്ത ഒരു കാഴ്ച, എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ അരികിൽ ഇറങ്ങി വന്നു. ആ ബെഡിൽ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ പാരലൈസ്ഡ് ആയ ഈ ശരീരത്തിൽ എൻ്റെ ഉച്ച മുതൽ ഉള്ളം കാല് വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ഇങ്ങനെ തലോടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവള് പാരലൈസ്ഡായി, ഇവള് എഴുന്നേക്കാൻ കഴിയില്ല ഇവൾക്ക്. ബട്ട് കർത്താവ് എന്നെ അവിടെ എഴുന്നേൽപ്പിച്ചു. അവിടെ ഒരു അത്ഭുതം, ഒരു മിറക്കിലാക്കി കർത്താവ് അവിടെ എന്നെ എഴുന്നേൽപ്പിച്ചു. അവിടെ നിന്ന് ഡോക്ടർമാർ എല്ലാവർക്കും ഒരു അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ വരെ അത്ഭുതം. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇങ്ങനെ കേട്ടോ, ദൈവം ഇങ്ങനെ ഇറങ്ങിയോ? ഞാൻ വരെ ഇങ്ങനെ അത്ഭുതം പെട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബട്ട് അന്നും ഞാൻ അറിഞ്ഞില്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം മുമ്പ് ഞാൻ ഓർപ്പിച്ച പോലെ ദൈവത്തിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഹി മേക്ക് us walk through in that trials. നമ്മളെ ആ പരീക്ഷണ ആ വേളയിൽ കൂടെ നമ്മളെ നടത്തും. എന്തിനാ? നമ്മളൊരു സോളിഡായി ഇറങ്ങാൻ വേണ്ടി. ഇപ്പം ഇന്ന് രാത്രികാലം നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെ ബലപ്പെടുത്താനാണ് ഞാൻ ഇന്ന് പറയുന്നു. കാരണം എൻ്റെ സാക്ഷ്യമായത് കർത്താവിൻ്റെ ബലത്തോടെ നടത്തിയത്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. എൻ്റെ നഴ്സിംഗ് എഡ്യൂക്കേഷനൊക്കെ എടുത്ത ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈം ഡയഗ്നോസ് ആയത് എനിക്ക് ഒരു ട്യൂമർ ഗ്ലാൻഡ് ഗ്രോ ആയിട്ട് അത് ക്യാൻസറായി എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് 16 വയസ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. 14ാമത്തെ വയസ്സിൽ ദൈവം സംസാരിച്ചു, ദൈവത്തിൻ്റെ വിടുതൽ കിട്ടി. 16ാമത്തെ വയസ്സിൽ വീണ്ടും ക്യാൻസർ. ഇതെന്താ ദൈവമേ ഈ കളി? എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? എന്താണ്? ഒന്നും ചോദിച്ചില്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. ബിക്കോസ് ഹി ഈസ് ദി ആൻസർ. ദൈവത്തോട് നമുക്കൊരു ചോദ്യം ചോദിക്കാൻ ഒക്കത്തില്ലല്ലോ. കർത്താവിന് ഉള്ള ആൻസർ തരാൻ നോക്കുന്നത്. ബിക്കോസ് ഹി ഈസ് ദ ആൻസർ ടു എവറി സൊല്യൂഷൻസ്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലത്തിലും
നമുക്ക് കർത്താവിനോട് എന്താ അപ്പ ഇങ്ങനെ ചെയ്തതെന്നൊന്നും ഒരു വാക്ക് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. കാരണം കർത്താവ് നമ്മൾ എത്രത്തോളം നടത്തിയത്. ഞാൻ വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ നിന്നു. അവിടെ എൻ്റെ രോഗം വീണ്ടും കൂടാൻ തുടങ്ങി. എനിക്ക് ചുമ കൂടിയിട്ട് എൻ്റെ മൂക്കിൽ കൂടെയും വായിൽ കൂടെ ഒക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പം എൻ്റെ ബ്രദർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതപ്പം 3rd സ്റ്റേജ് പോക്സ് ആണെന്ന് പറഞ്ഞു. TB എന്ന് പറയും അതിനെ. TB പിടിച്ചു. പിന്നെ എനിക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. പിന്നെ വീണ്ടും എനിക്ക് അങ്ങനെ രോഗങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് മെൻ്റലി ഡിപ്രഷനായി. ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ലൈഫില്ല മുമ്പിലോട്ട്. ഈ 16 ഏജിൽ തുടങ്ങിയ രോഗം എനിക്ക് 18 വയസ്സ് വരെ എനിക്ക് ഇങ്ങനെ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരത്തിലൊന്നും കർത്താവിൻ്റെ ആ പ്ലാൻ എൻ്റെ ലൈഫിൽ റിവീൽഡ് ആയിട്ടില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് വെയിറ്റിംഗ്. ഞാൻ ആ കറക്റ്റ് പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് തലവേദന വരാൻ തുടങ്ങി. ഡോക്ടർ ടെസ്റ്റ് ചെയ്തു. സെറിബ്രോ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രെയിൻ. എനിക്ക് ബ്രെയിനിൽ പ്രോബ്ലമായി. അങ്ങനെ കുറഞ്ഞൊരു 5 രോഗം എന്നെ പിടികൂടി. ഈ 5 രോഗം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നിൽക്കുക. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പഠിച്ച് നഴ്സിംഗ് പഠിച്ച് ജനറൽ നഴ്സിംഗ് പഠിച്ച് അവർ മുമ്പിലോട്ട് വന്നു. അവർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ബട്ട് ഞാൻ മാത്രം ഇങ്ങനെ ഒരു രോഗിയായിട്ട് ഞാൻ മാത്രം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുക. ഞാൻ എന്നിട്ട് മെൻ്റലി അങ്ങ് ഡിപ്രസ്ഡായി. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വെച്ച് എൻ്റെ ഫുൾ സ്റ്റോപ്പായി. ഇനി എനിക്ക് മുമ്പിൽ ലൈഫില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ നാസിക്കിൽ അപ്പം എൻ്റെ പഠിത്തമൊക്കെ നിർത്തി എന്നെ നാട്ടിൽ പറഞ്ഞയച്ചപ്പോൾ അവിടെ തിരുവല്ല സ്റ്റേഡിയത്തിൽ റോജർ ഹോസ്മാൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസന് അന്ന് ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. ആ ദൈവദാസൻ്റെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു ചെല്ലുകയും ആ ദേവദാസൻ ഫസ്റ്റ് ഡേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർമാരൊക്കെ ഫിക്സ് ചെയ്തു എൻ്റെ ഓപ്പറേഷൻ തീയതി. ഇത്രാം തീയതി നാളെ കഴിഞ്ഞ് ലിൻസിയുടെ ഓപ്പറേഷൻ ഉണ്ട്. സോ എൻ്റെ ദേഹത്തെല്ലാം ട്യൂമർ ഗ്ലാൻസ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ പുറയിൽ, കഴുത്തിൽ, ബാക്കിലൊക്കെയും ഗ്ലാൻസ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഇങ്ങനെ ഭാരത്തോടെ ഇങ്ങനെ നിൽക്കുക. നാട്ടിലൊക്കെയും ചെല്ലുമ്പോൾ എനിക്ക് കൊച്ചു കുട്ടികളെ ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞുങ്ങളെ ഒക്കെ എടുക്കുകയും ഒത്തിരി അവരെ കളിപ്പിക്കുകയൊക്കെയും ചെയ്യും. നാട്ടിൽ ചെന്നിട്ട് എൻ്റെ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴാണല്ലോ ഈ ഐസൊലേഷൻ ഇല്ലെങ്കിൽ മാറിയിരിക്കുക, ക്വാറന്റൈനിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത്. ഞാൻ അന്ന് ആ ടൈമിൽ ഞാൻ ഐസൊലേറ്റഡ് ആയിരുന്നു. എൻ്റെ വീട്ടുകാരെല്ലാം എൻ്റെ പ്ലേറ്റിലും എൻ്റെ ഗ്ലാസ്സിലും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഇങ്ങനെ ഈ ഗ്ലാസ് ലിൻസി കുടിച്ച വെള്ളം, അതുകൊണ്ട് ഇതിൽ തൊടല്ലേ, ഈ ഗ്ലാസ് ലിൻസിക്കുള്ള ഇതിൽ കഴിക്കല്ലേ, ലിൻസിനെ ആരും തൊടല്ലേ, എനിക്ക് ഒരു സെപ്പറേറ്റ് റൂം, ഞാൻ കുളിക്കുന്ന ടവൽ എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. കുഞ്ഞുങ്ങളോട് പറയും അവൾക്ക് ക്ഷേമുണ്ട്, അവളുടെ അടുത്ത് പോയേക്കല്ലേ. അതൊക്കെ എന്നെ എന്തുവേണ്ടി എന്നെ വേദനിപ്പിച്ചു. കാരണം എനിക്കിഷ്ടമുള്ള കാര്യം പോലെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഒരു ബോണ്ടേജിലായിരുന്നു ആ ടൈമിൽ. ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ റോജർ ഹോസ്മാൻ്റെ മീറ്റിങ്ങിൽ പോയത്. അപ്പോൾ ഫസ്റ്റ് ഡേ ചെന്ന് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം
എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫുൾ റോമൻ കാത്തലിക്സിൻ്റെ ആയി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഡേ ചെന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു, രോഗികളെല്ലാവരും മുമ്പിലോട്ട് കടന്നു വരിക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബട്ട് എങ്കിലും ഞാൻ കടന്നു ചെന്നില്ല. തേർഡ് ഡേ ആയപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു 18 ഏജ് ആയുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, ഗോഡ് ഈസ് ടച്ചിങ് ഹർ. അവളുടെ ലെമൺ സൈസുള്ള ട്യൂമർ ഗ്ലാൻഡ് വാനിഷ് ആവുകയെന്ന്. ഞാൻ ഇത് കേട്ട ഉടനെ ആ സ്റ്റേഡിയത്തിൽ ഞാൻ താഴെ വീണു, ഞാൻ കറങ്ങി താഴെ വീണു. ദൈവത്തിൻ്റെ സാന്നിധ്യം അതുപോലെ എന്നെ ഇങ്ങനെ തൊട്ടു. എഴുന്നേറ്റ് വന്നപ്പോഴത്തേന്ന് വോളണ്ടിയേഴ്സ് എല്ലാവരും എന്നെ പിടിച്ചിട്ട്, മോളെ തന്നെ ദൈവം തൊട്ടത്, ഇത് മോൾക്ക് വേണ്ടിയുള്ള വിളിയായിരുന്നു. ആ ദേവദാസൻ എന്നെ കണ്ട, come up and give your testimony because you will be a living testimony. അപ്പോഴും ഞാൻ ഓടി ചെന്ന്, എനിക്ക് thousands of people were in front of me. എനിക്ക് മൈക്ക് പിടിക്കാൻ അറിയില്ല, പറയാൻ അറിയില്ല, സാക്ഷ്യം പറയാൻ അറിയില്ല, ഒന്നും അറിയില്ല. ബട്ട് അവിടെയും ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ ട്യൂമർ സൈസ്, ലെമൺ സൈസുള്ള ട്യൂമർ ഗ്ലാൻഡ് അത് വാനിഷായി എന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് ട്യൂമർ ബയോപ്സി ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴത്തേന്ന് എൻ്റെ ഇത് കട്ട് ചെയ്ത സമയത്ത്, കഴുത്തിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത സമയത്ത് ഞാൻ ചാടി എഴുന്നേക്കുമായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ തന്ന ഞാൻ ചാടി എഴുന്നേക്കുമായിരുന്നു. അതുപോലെ പല ക്രിട്ടിക്കൽ സ്റ്റേജസ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ വീട്ടുകാർ, എൻ്റെ പപ്പ, എൻ്റെ ബ്രദർ ഭാരത്തോടെ എന്നോട് ചോദിക്കും, എന്താ മോളെ നിനക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഐ എം ഹിസ് ഫേവറേറ്റ് ഡോട്ടർ. ഞാൻ ദൈവത്തിൻ്റെ ഓമന പുത്രിയാണ്. അതുകൊണ്ട് അപ്പൻ എന്നെ ഈ ട്രയൽസിൽ കൂടെ ഒക്കെ നടത്തിയത്. ഇത് കഴിഞ്ഞ് എൻ്റെ മാരേജ് കഴിഞ്ഞു. ആ രോഗത്തിൽ നിന്ന് എനിക്ക് ഫുൾ വിടുതൽ കിട്ടി. അനേകടുത്ത് പോയി സാക്ഷ്യം പറയാനൊക്കെയും ദൈവം സഹായിച്ചു. ബട്ട് എങ്കിലും സ്നാനപ്പെട്ടൊന്നുമില്ല, വിശ്വാസത്തിലൊന്നും കടന്നു വന്നില്ല. അന്ന് കിട്ടിയ ഒരു റിലീഫായിട്ട് എല്ലാവരോടും പറഞ്ഞു. നാസിക്കിൽ വന്ന് വീണ്ടും എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർമാർ പറയാം, ഹൂ ടോൾഡ് ദാറ്റ് ഷീ ഈസ് സഫറിങ് ഫ്രം സച്ച് കൈൻഡ് ഓഫ് ഡിസീസ്? ആരാ പറഞ്ഞേ? ഇവർക്ക് ഒരു രോഗവും ഇല്ല, ഷീ ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. എൻ്റെ എല്ലാ ടെസ്റ്റ്, MRI സ്കാനിങ് എല്ലാ ഇതും ചെയ്തു നോക്കി, ഒരു രോഗമില്ല എന്ന് നാസിക്കിലെ നമ്പർ 1 സർജൻ പറഞ്ഞു, ന്യൂറോ സർജൻ പറഞ്ഞു. അത് വിശ്വസിച്ച് മുമ്പിൽ പോയി ലൈഫ്. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞു. എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ ദൈവം അനുഗ്രഹിച്ച് നൽകി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ മാരീഡ് ലൈഫ് എല്ലാം നല്ല വരുന്ന ആ ടൈമിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് മമ്മി ഇല്ലാത്തപ്പോൾ എൻ്റെ ബ്രദറായിരുന്നു എന്നെ ഒരുപാട് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ബ്രദറായിരുന്നു എന്നെ ഒരുപാട് നോക്കിക്കൊണ്ടിരുന്നത്. ബ്രദർ അപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, ബ്രദർ എന്നെ എന്നും വിളിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം അവന് വിളിക്കാൻ സാധിച്ചില്ല. അന്ന് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഒരു ആത്മാവ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ, എന്നിട്ട് എന്തോ അവനിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന പോലെ. ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദിച്ചു, അപ്പ എന്തുവാ ഞാൻ ഇത് കാണുന്നത്? എന്തുവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിറ്റേ ദിവസം 10:30 ആയപ്പോഴത്തേന്ന് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ മരിച്ചുപോയിന്ന്. അതെന്നെ ഒരുപാട് എന്നെ ഷോക്ക് എൻ്റെ ലൈഫിൽ അതായിരുന്നു. കാരണം മമ്മി മരിച്ചിട്ടും എൻ്റെ ബ്രദർ എന്നെ നല്ലൊരു ഫ്രണ്ടിൻ്റെ കൂട്ടായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അവന് 28 വയസ്സേ ഉള്ളായിരുന്നു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, അപ്പാ വേണ്ടായിരുന്നല്ലോ, ചെറിയ പ്രായമല്ലായിരുന്നോ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. ബട്ട് ദൈവം അതിനൊന്നും എനിക്ക് ആൻസർ തന്നില്ല. ബട്ട് ഐ നോ ഗോഡ് ഹാഡ് എ പ്ലാൻ ഫോർ മീ.
ഞാൻ അവിടെയും ഞാൻ വിശ്വസിച്ചു ദൈവത്തിന് എന്നെക്കുറിച്ച് നല്ല പ്ലാനുകളുണ്ട്. ആ ഒരു പെയിന് 5-6 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇന്നും ഞാനത് പറയുമ്പോൾ, അവൻ എൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു വേദന പോലെ, ഒരു പെയിൻ പോലെ, അവൻ എൻ്റെ അടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. ബട്ട് സ്റ്റിൽ ദൈവ ആ വചനം പറയുന്നല്ലോ, മുറിവുകളെ ഉണക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രികാലം ഞാൻ അത് വിശ്വസിക്കുന്നു. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകളെ ഉണക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ലൈഫിൽ വീണ്ടും ഞങ്ങൾ നാട്ടിലൊക്കെ പോയി. നാട്ടിൽ ചെന്നപ്പോഴത്തേന്ന് പപ്പയ്ക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്നു. പപ്പാനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേന്ന് ഡോക്ടർമാർ പറഞ്ഞു 5 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്ത് ഇത്രയും വർഷം? 65 വയസ്സുണ്ട് പപ്പയ്ക്ക്, 5 ബ്ലോക്ക് ഉണ്ട്. അതും പമ്പ് ചെയ്യുന്ന ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ബാക്ക്വേർഡാണ് പമ്പ് ചെയ്യുന്നത്. മെഡിക്കൽ സയൻസിന് അത് എങ്ങനെ അതിനെ ഒന്ന് ഹീൽ ചെയ്യണം അവർക്ക് അറിയത്തില്ല. അവർ വേറെ ഡോക്ടേഴ്സായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ആ പ്രൊസീജിയർ ഒന്ന് നോക്കണം. ബട്ട് അവിടെയും എൻ്റെ പപ്പ ഭയങ്കര വിശ്വാസത്തോടെ ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യം നൽകും. എൻ്റെ ശരീരത്തിൽ ഒരു കത്തി വെക്കുവാൻ അപ്പൻ അനുവദിക്കത്തില്ല എന്ന് എൻ്റെ പപ്പ പ്രാർത്ഥിച്ച പ്രകാരം തന്നെ ഞാനും എൻ്റെ പപ്പ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം നടക്കുവാൻ അപ്പ അനുവദിക്കല്ലേന്ന് പറഞ്ഞു. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ആരും നഷ്ടപ്പെടുവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ദൈവ പ്രാർത്ഥന കേട്ടു. പപ്പ എക്കോ എല്ലാം ചെയ്തു. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. പപ്പ താണ്ട് ഡിസ്ചാർജായി. ഇന്ന് 3 വർഷമായിട്ട് ഡോക്ടർമാർ പറഞ്ഞു 2 മാസത്തിനുള്ളിൽ എൻ്റെ പപ്പ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് 3 വർഷമായിട്ട് എൻ്റെ പപ്പ സുഖമായിരിക്കുന്നു, ഒരു മരുന്നും കഴിക്കാതെ. അത് ആരുടെയും മിടുക്കല്ല, കർത്താവിൻ്റെ കൃപയാ, വിശ്വാസം. ദൈവം ആ വിശ്വാസത്തെ മാനിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈ ടെസ്റ്റിമണി. കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ എന്നും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇത്രയൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു, ഇനി എന്നാ അപ്പ എന്നോട് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. അപ്പൻ എന്നോടൊന്ന് സംസാരിക്കണേ. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഹെഡേക്ക് പോലെയാണ് ഇപ്പം. ഞങ്ങൾക്കും അങ്ങനെ ആയിരുന്നു. അയ്യോ കോവിഡ് വരല്ലേ. ഞാനും അച്ഛനും കൈ കോർത്തിരുന്ന് പ്രാർത്ഥിക്കും, രക്തം കൊണ്ട് മുദ്ര ചെയ്യും. കോവിഡ് ഒരു വൈറസും ഞങ്ങളുടെ ഈ ഡോർ പോസ്റ്റിൻ്റെ അകത്ത് കയറല്ലേ. പക്ഷെ കോവിഡ് വന്നു, എന്നെ ബാധിച്ചു. അത് നല്ല രീതിയിൽ ബാധിച്ചു. അവിടെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുഭവിച്ചറിയാനായിരുന്നു. എനിക്ക് പനി കൂടിയിട്ട് എനിക്ക് ഒരു സിംറ്റംസും ഇല്ല, പനിയായിട്ടൊന്നുമില്ല. എൻ്റെ വാ കയ്പോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് എനിക്കൊരു തളർച്ച പോലെ ആയിരുന്നു. ഒരു നോർമൽ ഒരു ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. ഞാൻ നടന്നാ പോയതും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറയാ ഓക്സിജൻ ടോട്ടലി ഡ്രോപ്പായി. ഒരു ഡെഡ് ബോഡീനെ എങ്ങനെ കൊണ്ടുവരണ്ടേ, ആ ഡെഡ് ബോഡിക്ക് ലാസ്റ്റിലുള്ള ആ ഒരു ഓക്സിജൻ്റെ അളവ് അത്രയും പോലും എൻ്റെ ശരീരത്തില്ലാന്ന്. അവരത്ഭുതത്തോടെ ചോദിക്കുക, ഈ കൊച്ചെങ്ങനെ നടന്ന് ഈ ഹോസ്പിറ്റലിൽ കയറിയെന്ന്. കാരണം ലങ്സ് രണ്ടും എൻ്റെ പോയി. എനിക്ക് ഓക്സിജൻ 20 ലെവൽ ഡൗൺ ആയി, 20 താഴോട്ട് പോയി. അവരെല്ലാം അത്ഭുതത്തോടെ ചോദിക്കുക. എന്നിട്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും എന്നെ വെന്റിലേറ്ററിൽ കയറ്റുകയുമായിരുന്നു. വെന്റിലേറ്ററിൽ കയറ്റി ഡോക്ടർ എല്ലാം അതിശയത്തോടെ ഇരിക്കുക. കാരണം എൻ്റെ ഷോർട്ട് നെക്കാ, വണ്ണമുണ്ട്,
അപ്പോൾ അവർക്ക് ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് എല്ലാവർക്കും പേടി. വയസ്സ് 31 ആയതേ ഉള്ളൂ എനിക്ക്. ഈ 31 വയസ്സിൽ ഇവൾക്ക് എങ്ങനെ ഞങ്ങൾ ഇൻറ്റുബേറ്റ് ചെയ്യുമെന്ന് അവർ പേടിച്ചിങ്ങനെ ഇരിക്കുക. കാരണം അയ്യോ, ഒരു ചെറുപ്പക്കാരി മരിച്ചു പോവുമല്ലോ, അവൾക്ക് അറ്റാക്ക് വരുമല്ലോ എന്ന് ഡോക്ടർമാർ പേടിച്ചിരിക്കുക. അച്ഛൻ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക. മസ്കറ്റ് ഫുൾ എനിക്കറിയത്തില്ല, എന്നെ ആൾക്കാർക്ക് അറിയാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നു മസ്കറ്റ് ഫുൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദേവദാസന്മാരും ഈ ന്യൂസ് കിട്ടിയ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫസ്റ്റ് എക്സ്റേ എടുത്തു. എൻ്റെ രണ്ട് ലങ്സും കൊലാപ്സ്ഡ് ആയി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ദർ ഇസ് നോ ഹോപ്പ്. ഡോക്ടർ പറഞ്ഞ വാക്കാണ്, ഒരു രക്ഷയില്ല. എന്നിട്ടും ചേച്ചിയും അച്ഛനും എല്ലാവരും ഇന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഡോക്ടർ ഒരെണ്ണം കൂടെ ഒന്ന് എടുത്ത് നോക്ക്, ദൈവം പ്രവർത്തിക്കും. ഞാൻ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന പോലെ ആ വെന്റിലേറ്ററിൽ കിടക്കുക. എനിക്കൊരു ബോധമില്ല, ഒന്നും അറിയില്ല. 21 ദിവസം ഞാൻ കിടന്നു. സെക്കൻഡ് എക്സ്റേ എടുത്തപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഡോക്ടർമാർക്ക് വെളിപ്പെട്ടു. എൻ്റെ 2 ലങ്സും കൊലാപ്സ് ആയ സ്ഥാനത്ത് ലങ്സിൽ ആ ഒരു വൈറ്റ് പാച്ചസ് ഫുള്ളി മാറി. ഡോക്ടർ എന്നെ അതിശയത്തോടെ ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ പറ്റി? എന്നിട്ടും എനിക്ക് എങ്ങനെയും ബോധം വരാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. ബോധം വന്നപ്പോൾ ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഒരു വലിയൊരു പ്രകാശം എന്നെ ഇങ്ങനെ മൂടി മറയ്ക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. ഞാൻ വിചാരിച്ചു, എന്തുവാ ഇത്? ആരാ എൻ്റെ അടുത്ത് ഈ നിൽക്കുന്നത്? ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം ശരീരം തളർന്നിരിക്കുക. ഈ കൈകളൊന്നും എനിക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഈ ഫിംഗേഴ്സ് എനിക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കണ്ണു തുറന്നിട്ട് ഞാൻ എങ്ങനെയല്ലോ എനിക്കങ്ങ് പോയാൽ മതി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ ഞാൻ കരയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ഒരു പ്രകാശം എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാനുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഐസൊലേഷൻ വാർഡിൽ ആർക്കും വരാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുമായിരുന്നു. ദൈവമേ, ഒരു വട്ടയിലും ഒന്ന് വന്നൊന്ന് കണ്ടാൽ മതി, എനിക്കൊന്ന് കാണാൻ പറ്റിയാൽ മതി എന്ന്. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അച്ഛനെ അവരകത്ത് കയറ്റി വിടുന്നില്ലായിരുന്നു. എൻ്റെ ഈ വൈറസ് ഒരുപാട് കൂടിയോണ്ട് അവരെന്നെ ടോട്ടലി ഐസൊലേറ്റ് ചെയ്ത ഒരു റൂമിൽ വെച്ചേക്കുമായിരുന്നു. ബട്ട് മനുഷ്യരാരും കയറി ചെല്ലാത്ത ആ ഒരു സ്ഥലത്തിൽ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചു. എനിക്കതേ പറയാവുള്ളൂ. അപ്പൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. അപ്പൻ എന്നെ പിടിച്ചു, എന്നെ എഴുന്നേൽപ്പിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവളെ വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിടത്തേണ്ട വരും. പക്ഷെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. ആ കരം അവിടെ പ്രവർത്തിച്ചു. 3ാമത്തെ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർമാർക്ക് വളരെ അത്ഭുതമായി. എങ്ങനെ ഇവക്ക് കോവിഡ് തന്നെ ആയിരുന്നോ എന്ന് ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുക. കോവിഡ് ക്രിട്ടിക്കൽ സ്റ്റേജിലായി 21 ദിവസം അഡ്മിറ്റ് ആയ എന്നോട് അച്ഛനോട് ഡോക്ടർമാർ ചോദിക്കും, ഇവക്ക് കോവിഡ് തന്നെ ആയിരുന്നോ എന്ന് ഇറക്കി. അങ്ങനെ വരെ ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് കാലുകൾ അനക്കാൻ വയ്യ. ഞാൻ വെറും ഒരു റോബോട്ട് ഒക്കെ നടക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ നടക്കുക. എനിക്ക് ഒരു ഇതുമില്ല, ബലമില്ല. അവിടെ എല്ലാം അച്ഛൻ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ നേരമൊക്കെ. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ആ ഒരു ബെഡിൽ കിടന്നപ്പോൾ എൻ്റെ മുമ്പിൽ ആ പ്രകാശം വന്നത് ആരായിരുന്നു, എന്തായിരുന്നു?
അവിടെ ദൈവാത്മാവിനോട് സംസാരിച്ചു. ഒരു ദൈവദൂതൻ, വചനത്തിൽ പറയുന്നുണ്ട് സമുഖദൂതൻ. ഞാൻ ആ സമുഖദൂതനെ നിന്റെ മുമ്പിൽ ഞാൻ അയക്കും, നിന്നെ കാവൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ ദൈവം എന്നോട് സംസാരിച്ച ഒരു വാക്കായിരുന്നു എക്സോഡസ് 14:14. ലോകം മുഴുവൻ ഈ COVID-19 വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഐ വാസ് വിത്ത് യു, ഐ വാസ് ഫൈറ്റിംഗ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഒരു ഫൈറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാത്രികാലം ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എന്നെ നടത്തിയെന്ന് ഓർക്കെ. ആ ഒരു മരണത്തിൻ്റെ ആ ബെഡിൽ നിന്ന് ദൈവം എന്നെ കരം പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തി. ഇവിടെ വന്നിട്ടും എല്ലാവരും പറഞ്ഞു കോവിഡ് സിംറ്റം 6 monthsേലും എടുക്കും അതൊന്ന് ഹീലായി വരാൻ. ഒന്നും അങ്ങനെ നടന്നില്ല. ഒരു കോവിഡ് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ മുട്ടുകുത്തിയും ദൈവം എനിക്ക് ആൻസർ തരുമായിരുന്നു. എൻ്റെ തലമുടി ഫുൾ പൊഴിഞ്ഞു പോവായിരുന്നു. ഡോക്ടർ പറഞ്ഞു അത് കോവിഡ് സിംറ്റംസാ, അത് ഇനി ബെയർ ചെയ്യേണ്ട വരും, തലമുടി പൊഴിയും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ തലമുടി പൊഴിയുന്നല്ലോ അപ്പ, ഞാൻ എന്തോ ചെയ്യണ്ടേ? അപ്പനറിയാതെ ഒരു മുടി നമ്മുടെ തലയിൽ നിന്ന് മാറില്ല എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ഈ തലയിൽ നിന്ന് എൻ്റെ ഈ തലയിൽ വചനം പറയുന്നത് the hairs in your head are counted. അത് നമ്പേർഡ് അല്ല, they are counted. അതിൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ അത് കൗണ്ടഡാ. അതായത് ഒരു മുടിയിലും പോകുന്നുണ്ടെങ്കിൽ കർത്താവിന് അവിടെ അറിയാം ഏത് മുടിയാ പോയെന്ന് ഇറക്കി. ഇപ്പം എൻ്റെ 30ാമത്തെ മുടി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പൻ ശക്തനാണ് ആ മുടി തന്നെ അവിടെ കൊണ്ടുവരുത്താൻ. ഞാൻ അത് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഈ ഫ്രണ്ട് ലൈനിലൊന്നും മുടിയില്ലായിരുന്നു. ഇപ്പം എൻ്റെ മുടിയെല്ലാം നല്ലപോലെ കിളിച്ചു വരുന്നു. എന്നെ കാണുന്നവർ പറയാ നല്ല ആരോഗ്യമുള്ള മുടിയാന്ന് ഇറക്കി. ഈ വണ്ണം ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ കഴിച്ചതിൻ്റെ വണ്ണ ഒന്നും അല്ല, കർത്താവ് എനിക്ക് നൽകിയ വണ്ണ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഫുൾ ഞാൻ ഷ്രിങ്കായി. ആൾക്കാർ പറഞ്ഞു ഇതിനി ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് ഇറക്കെ. ബട്ട് കർത്താവും ഞാൻ വിശ്വസിക്കും, കർത്താവ് തന്ന ഈ ബലവും പുഷ്ടിയുമാന്ന് ഇറക്കെ. അപ്പം നൽകുന്ന എല്ലാം ഫുൾനെസ്സാ, ഒന്നും ഹാഫ് അല്ല, എല്ലാം കംപ്ലീറ്റ്നെസ്സാ. അവൻ്റെ സാന്നിധ്യം ഫുൾ കംപ്ലീറ്റ് ആണ്. അപ്പം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെയും അത് ഫുൾഫിൽ ചെയ്യട്ടെ എന്ന്. ദൈവം എന്നെ വീണ്ടും പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് എങ്ങനെ രുചിച്ചറിയാൻ കഴിയുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ ഒത്തിരി ഭാരത്തോടെ ഇങ്ങനെ നിന്നു. പപ്പ എന്നോട് ചോദിച്ചു, എന്താ മോനെ ഇങ്ങനെ നടന്നത്? ഞാൻ പറഞ്ഞു, പപ്പ എനിക്കിങ്ങനെ കോവിഡൊക്കെ ആയിരുന്നു പപ്പ. എനിക്കറിയാം നിനക്ക് എന്ത് വന്നാലും കർത്താവ് നിന്നെ വിടുവിക്കുമെന്ന് എനിക്ക് നല്ല ബോധമുണ്ടെന്ന് അവർക്ക്. കാരണം ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടെന്ന് അവർക്ക്. അപ്പം ഞാൻ നേരത്തെ ഓർപ്പിച്ച പ്രകാരം ഞാൻ കർത്താവിൻ്റെ ഒരു ഫേവറേറ്റ് കപ്പ് കേക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പലപ്പോഴും നമ്മളല്ലേ ദൈവത്തെ മറന്നു കളയുന്നത്. ഞാൻ മറന്നിട്ടുണ്ട്. ഈ വിടുതലെല്ലാം എൻ്റെ ലൈഫിൽ ഓരോരോ സ്റ്റേജസിൽ എനിക്ക് വിടുതൽ കിട്ടിയിട്ടും ഞാൻ പലപ്പോഴും മറന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ കൺമുമ്പിൽ ഞാൻ ആ ബെഡിൽ കിടന്ന ഓർമ്മ എനിക്ക് വരുന്നത്. ഈ കാലും കൈയൊന്ന് പൊക്കാൻ വേണ്ടി ഞാൻ അപ്പൻ്റെ സന്നിധി ഒരുപാട് കരഞ്ഞു. അപ്പം കാലൊന്ന് പൊക്കാൻ അനുവദിക്കണേ, ഒന്ന് തിരിഞ്ഞൊന്ന് കിടക്കാൻ അനുവദിക്കണേ. തിരിഞ്ഞൊന്ന് കിടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എനിക്ക്. ഒരു ബെഡിൻ്റെ സൈഡിൽ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ആ ബെല്ലിൽ ഒന്ന് ബെല്ല് റിങ് ചെയ്യുമ്പോഴാണ് സിസ്റ്റർമാർ നഴ്സുമാർ ആ കവർ ഷീൽഡെല്ലാം ഇട്ടിട്ട് അവർ വന്ന് നമ്മളെ ഒന്ന് തിരിച്ചിടാൻ വേണ്ടി വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ ഞാൻ കാരണം എന്തിനാ അവർക്ക് ഇത്രയും ഭാരം കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ തിരിയാൻ നോക്കും. പക്ഷെ എനിക്ക് തിരിയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴും ഞാൻ ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട്, കർത്താവേ ഈ ബെഡിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണമെന്ന് ഇറക്കി. അപ്പം എനിക്ക് ദൈവസന്നിധിയിൽ
വിശ്വസ്തയായിരുന്നാലേ പറ്റൂ. ഇനി ദൈവം അത് ഓർക്കാനായിരിക്കും എന്നെ ഈ ഒരു ട്രയൽസിൽ കൂടെ ഒക്കെ വിട്ടത്. അപ്പം ദൈവം എന്നെ ഇത്രത്തോളം നടത്തി, ഇത്രയും എനിക്ക് സമയം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോ ഇതായിരുന്നു എൻ്റെ സാക്ഷ്യം. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ ഒരു കോവിഡ് സമയത്തിൽ എനിക്കറിയാം പലർക്കും സിംറ്റംസ് ഉണ്ട്, സിംറ്റംസ് ഇല്ലാഴിക ഒക്കെയുമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഗ്രേസ്. ലൈക്ക് ഇഫ് യു ആർ പ്രൊട്ടക്റ്റഡ്, ദാറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ ആ ശക്തമായ കരമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഫെയിലേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഇതുണ്ട്. ബട്ട് ദൈവം ആരെങ്കിലും പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കർത്താവിൻ്റെ ആ പർപ്പസ് അവരുടെ ലൈഫിൽ നിശ്ചയമായി അത് നടന്നിരിക്കും. അപ്പം ഇന്ന് രാത്രികാലം നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം നല്ല പിതാവേ, സ്തുതിക്കുന്നപ്പാ. ഇന്ന് രാത്രികാലം അപ്പാ സാക്ഷ്യം പറയുവാനപ്പാ നീ അടിയനെ ബലപ്പെടുത്തിയനായി സ്തോത്രം ചെയ്യുന്നപ്പാ. നിന്റെ മക്കൾ ഇതെല്ലാം കേട്ടല്ലോ അപ്പാ. ഹല്ലേലൂയ. സ്വർഗമേ, അവരുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. അപ്പൻ്റെ ആ സ്നേഹം രുചിച്ചറിയുവാൻ അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഏത് പ്രശ്നത്തിൻ്റെ മധ്യയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങാണല്ലോ ഞങ്ങളുടെ ബലമുള്ള ഗോപുരം. ഹല്ലേലൂയ. നിന്നിലേക്ക് ഞങ്ങൾ ഓടി വരുന്നപ്പാ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ. അവരുടെ കുടുംബത്തിലായിരിക്കുന്ന എന്തേലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അപ്പനത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. അപ്പൻ്റെ അത്ഭുതമായ കാര്യം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം ചെയ്യുന്നപ്പച്ച. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ലീഡ് ചെയ്യുന്ന എല്ലാവരെയും, ഇവിടുത്തെ ദേവദാസനെ ദേവദാസി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവ് നൽകിയ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സകലതും അപ്പൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു ലിൻസി സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി വളരെ ശക്തമായ ഒരു ദൈവികാലോചന, ദൈവിക സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപ മാത്രം. തന്റെ തിരക്കുള്ള ശുശ്രൂഷയുടെ ഇടയിലും നമ്മുടെ മധ്യ കടന്നു വന്ന് ശുശ്രൂഷിച്ചതിന് ദൈവദാസിക്കുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഒരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കർത്താവിനെ അറിയുവാൻ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ, ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയ എല്ലാ പദവികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരു വ്യക്തിയെ ദൈവം മോൾഡ് ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാ. കർത്താവിന്റെ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ താൻ തെരഞ്ഞെടുത്ത ഒന്നിനെ, ലോകത്തിന്റെ ഒരു രോഗത്തിനോ ഒരു പ്രതിസന്ധിക്കോ ഒരു ശത്രുവിനോ തൊടാൻ കഴിയില്ലെന്ന് തന്റെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിച്ചിരിക്കുകയാണ്. കർത്താവ് വാഴുകിയാല് നമുക്ക് ഭീതിയില്ല. പാടി തുടങ്ങിയത് അങ്ങനെയല്ലേ. നമ്മുടെ ജീവിതത്തിൽ ആരാണ് വാഴുന്നത്? നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ രോഗങ്ങൾ വരുമ്പോൾ, ശത്രു നമ്മളെ നോക്കി പരിഹസിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ, കർത്താവ് എന്നിൽ വാഴുന്നതിനാല് എനിക്ക് ഭീതിയില്ല, നാളെ കുറിച്ച് എനിക്ക് ഭാരമില്ല, എന്റെ ഭാവി എല്ലാം കർത്താവിന്റെ കരങ്ങളിലാണെന്ന്. ഇന്ന് പ്രെയർ ലൈനിൽ കയറിയ എത്ര പേർക്ക് ദൈവസന്നിധിയില് സന്തോഷത്തോടെ പറയാൻ പറ്റും, കർത്താവാണ് എന്നിൽ വാഴുന്നത്. കർത്താവ് തന്നെ നമ്മളിൽ വാഴട്ടെ. 21 ദിവസം വെന്റിലേറ്ററിൽ കടന്നിട്ടും പിന്നെയും ആരോഗ്യത്തോടെ ദൈവം ഒരാളെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ അത് കർത്താവിന്റെ കൃപയല്ലേ. ഈ കോവിഡ് സീസണിൽ എത്ര പേര് അക്കരെ നാട്ടിലേക്ക് പോയപ്പോഴും പ്രിയ സഹോദരിയെ പിന്നെയും ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്തു നിർത്തിയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ കുടുംബമായി ഉപയോഗിക്കട്ടെ. ബ്രദർ എബി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു.
ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡറാണ്. അവർ കുടുംബമായി കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകുന്നു. ദൈവം അവരെ ഏൽപ്പിച്ച വേലയിലും ദൈവത്തിന്റെ കൃപ അവർ അനുദിനം അനുഭവിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ നിരാശയിലിരിക്കുമ്പോൾ നിരാശയിലുള്ളവർക്ക് ആശ നൽകുന്ന, ധൈര്യം നൽകുന്ന, കഴിഞ്ഞ സൺഡേ നമ്മൾ കേട്ടതുപോലെ മറ്റുള്ളവരോട് ഭയപ്പെടാണ്ട എന്ന് പറയാന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കത്തക്കവണ്ണം ആ ഒരു ധൈര്യം അനേകരിലേക്ക് പകർന്നു കൊടുക്കാൻ കുടുംബമായി ദൈവം അവരെ സഹായിക്കട്ടെ. അതോടൊപ്പം ഇന്ന് രാത്രി പ്രയർ ലൈനിൽ കടന്നു വന്ന ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയില് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശം കൂടാതെ ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ഉദ്ദേശം അതിന്റെ പൂർണ്ണതയിൽ നമ്മളിൽ വെളിപ്പെടുവാൻ, അതിലൊക്കെ ഉപരി ദൈവം നമ്മളിൽ വാഴുവാൻ, ഓരോ ദിവസവും ദൈവം തന്നെ നമ്മളിൽ വാഴുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രി കടന്നു വന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കാനും പ്രത്യേകിച്ച് ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാനും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സോൾ ടീച്ചർ ഈ സമയം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. നല്ലവനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ലപ്പ, കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് കർത്താവെ വന്ന് കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു സാക്ഷി വേറെ സാക്ഷി ഉളവാക്കത്തക്ക രീതിയിൽ കർത്താവെ നീ ഞങ്ങളെ എല്ലാവരും ബലപ്പെടുത്തിയ ശക്തീകരിച്ച കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ താൻ വാഴുകയാൽ കർത്താവെ ആകുലമില്ല എന്ന് പറഞ്ഞ് കർത്താവെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിനെ രുചിച്ചറിഞ്ഞ് കർത്താവെ നിന്നോട് പറ്റിച്ചേർന്ന് നിന്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ മറവിടം. അപ്പ ആ മറവിടത്തിൽ ചാരി നീങ്ങുവാൻ എന്റെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ആ സിസ്റ്ററിനെയും കർത്താവെ ശുശ്രൂഷയിലെയും കർത്താവെ അനേകർക്ക് വേണ്ടി കർത്താവെ സാക്ഷികളെ കേൾപ്പിക്കുമ്പോൾ അനേകർ ക്രിസ്തുവിലേക്ക് കർത്താവിന്റെ സ്നേഹം ഒന്ന് രുചിച്ചറിയുവാൻ അപ്പ കർത്താവെ ആ സിസ്റ്ററിനെ ദൈവം ഇനിയും കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൊടുത്ത എല്ലാ നന്മകൾക്കായി നന്ദി. കർത്താവെ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഴമായ സ്നേഹം, ദൈവമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായി നന്ദി. കുറവുകൾ കർത്താവെ പറ്റിയിട്ടുണ്ട് അപ്പ, ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ ഹല്ലേലൂയ. കുറവുള്ളവരാണെന്ന് സമ്മതിക്കുന്നപ്പ, എങ്കിലും കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് കർത്താവെ ജീവിതത്തിൽ കർത്താവിനെ തന്നെ നോക്കി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ അപ്പ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഈ സൂം മീറ്റിംഗിൽ കയറിയ എല്ലാവരെ സഹോദരി കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ആരെങ്കിലും രോഗത്താലോ കർത്താവെ ഏതെങ്കിലും വിഷയത്താലോ അപ്പ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾ അറിയുന്നില്ല അപ്പ, എങ്കിലും ഹൃദയത്തെ തൂക്കി നോക്കുന്ന അപ്പന്റെ കരത്തിൽ കർത്താവെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ ഹല്ലേലൂയ. വചനം അയച്ച് ദൈവം അവരെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മീറ്റിംഗ് കർത്താവെ ഹല്ലേലൂയ ഓർഗനൈസ് ചെയ്യുവാനൊക്കെയും പാസ്റ്റർ കുടുംബത്തെ അമ്മാമയും ദൈവം കൃപയിൽ കൊടുത്തതിനാൽ നന്ദി പറയുന്നു. കർത്താവെ അനേകർക്ക് കർത്താവെ ഹല്ലേലൂയ പലയിടങ്ങളിലെ കർത്താവെ ഞങ്ങൾ പല സ്ഥലങ്ങളിലെ പല കൺട്രികളിലെ കർത്താവെ ഈ സൂം മീറ്റിംഗിൽ കയറി ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ വചനങ്ങൾ കർത്താവെ അനേകരിലൂടെ ഞങ്ങൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ ഹല്ലേലൂയ ഒരു സാക്ഷിയായി മറ്റുള്ളവർക്കായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ എന്റെ കൃപയെ കർത്താവ് ഞങ്ങളെ തരുമാറാകണമേ. കൃപ വേണം അപ്പ, കൃപ വേണം. കൃപയുടെ ആഴങ്ങളെ മനസ്സിലാക്കി അപ്പ ഓരോ ദിവസവും നീങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ നന്ദി പറയുന്നു. 1 മണിക്കൂർ സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ദൈവമേ നീ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ ഒരിക്കൽ കൂടി മുറ്റമായി കുടുംബത്തെ കർത്താവെ സഹോദരി കുടുംബത്തെ ഏൽപ്പിച്ച് കർത്താവെ അവരെ അനുഗ്രഹിച്ച് അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവിധ മാനവും മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയുടെ വേഷിക്കുന്ന അപ്പ കൃപയോടെ കേട്ട് ഉത്തരമരണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.